ഒരിക്കൽ ഒരു അമ്മുമ്മ കൊച്ചുമകനോട് പറയാണ്, പുളിങ്കുരു കഴിക്കരുത് കേട്ടോ, അത് കഴിച്ചാൽ വയറ്റിൽ പുളിമരം ഉണ്ടാകും. ഇവൻ അപ്പം അത് ഓക്കെ പറഞ്ഞു. ഏതോ ഒരു മൊമെൻറ്റിൽ കഴിച്ചു വന്ന സമയത്ത് ഒരു കുരു ഇവൻ വിഴുങ്ങിപ്പോയി. പേടിച്ചിട്ട് ഇവൻ പറഞ്ഞില്ല. പക്ഷേ ഇവൻ്റെ മനസ്സിലുള്ള ചിന്ത എന്താ? ഇതങ്ങ് വളർന്ന് വലുതായി വയറ് നിറയെ ഒരു മരം ഉണ്ടാകും. അപ്പം അവനങ്ങ് വയറുവേദന തുടങ്ങുകയാണ്. പിന്നെ അവർ ഡോക്ടർ അങ്ങനെ എല്ലായിടത്തും കാണിച്ചു, രക്ഷയില്ലാതെ ഒരു പോയിന്റിൽ ഇവർ കൗൺസിലിങ്ങിന് പോയപ്പോഴാണ് ഈ കുട്ടി ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ പറയണത്, ഞാൻ ഇങ്ങനെ ഒരു പുള്ളിങ്കുരു കഴിച്ചു പോയി, ഇറക്കിപ്പോയി, അപ്പോൾ അത് കാരണം ഇങ്ങനെ എൻ്റെ വയറ്റിലൊരു മരമുണ്ട് എന്നൊക്കെയാണ് പറയണത്. അങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ആവുന്നത്. കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ബാല്യത്തിൽ പഠിച്ചു വരുന്ന മനസ്സിലാക്കി വരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ഭക്ഷണം തരാനായിട്ട് 5 കണ്ണൻ കോക്കാച്ചി മാക്കാച്ചി ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും. ഇതൊക്കെ നമ്മളുടെ വലുതായി കഴിയുമ്പോഴും നമ്മളുടെ മനസ്സിൽ ടെൻഷനാണ്. ഇരുട്ട് കാണുമ്പോൾ ടെൻഷനാണ്. അല്ലെങ്കിൽ പണ്ടെങ്ങോ ഒന്ന് വെള്ളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം കാണുമ്പോൾ പേടിയാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചിട്ട് അത് ഇവിടെ എങ്ങാനും ഒന്ന് സ്റ്റക്കായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ ജീവിതകാലത്തേ നിങ്ങൾ ആ ഭക്ഷണം കഴിക്കില്ല. ഇത്തരം കാര്യങ്ങൾ നമ്മൾ അങ്ങ് പിടിച്ചു നിൽക്കും. ഇതെല്ലാ കാര്യത്തിലും നിങ്ങൾ ലൈഫിൽ സക്സസ് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, നിങ്ങളുടെ കരിയർ റിലേറ്റഡ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേറ്റഡ്, ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഒന്ന് നിങ്ങൾ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പേടിയാണ്, അവൻ എന്നെ ചീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ബിഹേവ് ചെയ്ത്, ഇവനും അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇവളും അങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കും. സോ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മനസ്സിൽ അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിനിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളത് കണക്ട് ചെയ്യുന്നത് എപ്പോഴും നമ്മളുടെ മുന്നത്തെയുള്ളൊരു അനുഭവം കൊണ്ടിട്ടായിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യുന്നതും ഒരാളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും ഒക്കെ ശ്രമിക്കുന്നത്. പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ നമ്മളെ ജീവിതത്തിൽ അങ്ങ് പിടിച്ചു നിർത്തും. പൈസയുടെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കും. ആരെങ്കിലും നിങ്ങൾ എന്താ പറയുക, പൈസ, അതായത് കാശുള്ളവന് അഹങ്കാരിയാണെന്നോ അല്ലെങ്കിൽ അവർ ദുഷ്ടന്മാരാണെന്നോ കൊള്ളക്കാരനാണെന്നോ ഒക്കെ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ കാശിൻ്റെ കാര്യം വരുമ്പോൾ ഇതേ മനോഭാവം തന്നെയായിരിക്കും എടുക്കാവൂ, എനിക്ക് കാശ് വേണ്ട, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഇത്തരം കാര്യങ്ങൾ ബോധപൂർവം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ബ്ലോക്കുകൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പുതിയൊരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റും.